ഇവിടെയുള്ളവരെയൊക്കെ അറിയാലോ. വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഷർമിള മേഡമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ DG ആസിഫും VHC ഡെപ്യൂട്ടി ഡയറക്ടർ ഷീന, അതുപോലെ തന്നെ ലിസി ജോസഫ്, മാണിക് രാജ്, JD, നമ്മുടെ PS നിസാറ് തുടങ്ങി ആളുകളാണ് ഉള്ളത്. ഇന്നിപ്പോ നമ്മൾ പ്രഖ്യാപിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷയുടെ ഫലപ്രഖ്യാപനമാണ് 2026. നമുക്കറിയാം, സ്കൂൾ ജീവിതത്തിന്റെ സെക്കൻഡറി ഘട്ടം കഴിഞ്ഞ് ഉന്നത വിദ്യാഭ്യാസത്തിലേക്ക് പ്രവേശിക്കുന്നതിനിടയിലുള്ള 2 വർഷക്കാലമാണ് നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ഇത് നമ്മുടെ വിദ്യാർത്ഥികളുടെ ബൗദ്ധിക, സാമൂഹിക, മാനസിക വളർച്ചയിലെ നിർണായകമായ ഒരു ഘട്ടം കൂടിയാണ്. ഈ പ്രായത്തിൽ അവർക്ക് മികച്ച രീതിയിലുള്ള പഠന സഹായം നൽകുന്നതിലൂടെ അവരെ നല്ല ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം സ്വായത്തമാക്കുകയും ചെയ്യാൻ അവസരം ലഭിക്കുകയാണ്. അതിനായുള്ള തീവ്ര പരിശ്രമത്തിന്റെയും നിതാന്ത ജാഗ്രതയുടെയും പ്രതിഫലനമാണ് ഇന്ന് നടക്കുന്ന ഈ ഫലപ്രഖ്യാപനം. നമ്മൾ സാധാരണ പറയാറുണ്ട്, സെക്കൻഡറി വിദ്യാഭ്യാസത്തിനും ഹയർ എഡ്യൂക്കേഷനും ഇടയിലുള്ള ഒരു ബ്രിഡ്ജാണ് ഹയർ സെക്കൻഡറി. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിച്ച് ഈ ബ്രിഡ്ജ് പാസ് ചെയ്യാൻ, കടക്കാൻ സാധിക്കേണ്ടത് ഓരോ വിദ്യാർത്ഥിയും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ന് ഞങ്ങളൊക്കെ വിദ്യാർത്ഥികളോട് സംസാരിക്കുമ്പോൾ പൊതുവിൽ പറയാറുള്ള ഒരു കാര്യമാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. ഹയർ സെക്കൻഡറി ഇന്നത്തെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് ഇന്ന് ഫലം പ്രഖ്യാപിക്കുന്നത്. 2026 മാർച്ച് 6 മുതൽ 26 വരെ തീയതികളിലായിട്ടാണ് പരീക്ഷകൾ നടന്നത്. ഹയർ സെക്കൻഡറിയിൽ കേരളം, ഗൾഫ്, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെ 2005 സ്കൂളുകളിലായി 1984 പരീക്ഷാ കേന്ദ്രങ്ങളും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 389 പരീക്ഷാ കേന്ദ്രങ്ങളുമാണ് ഉണ്ടായിരുന്നത്. റെഗുലർ കുട്ടികൾക്ക് പുറമെ സ്കോൾ കേരള, ഓപ്പൺ സ്കൂൾ, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി, സ്പെഷ്യൽ സ്കൂൾ, ആർട്ട് ഹയർ സെക്കൻഡറി എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളും ഇതോടൊപ്പം നടത്തുകയുണ്ടായി. ഹയർ സെക്കൻഡറിക്ക് 89 മൂല്യനിർണയ ക്യാമ്പുകളും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് 8 മൂല്യനിർണയ ക്യാമ്പുകളും സജ്ജീകരിച്ചിരുന്നു. ഹയർ സെക്കൻഡറിയിൽ 22,172 അധ്യാപകരും, വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ 2,210 അധ്യാപകരും മൂല്യനിർണയത്തിൽ പങ്കെടുത്തു. 2026 ഏപ്രിൽ 16 മുതൽ മെയ് 11 വരെ തീയതികളിലായിട്ടാണ് മൂല്യനിർണയം പൂർത്തിയാക്കിയത്. മൂല്യനിർണയത്തോടൊപ്പം ടാബുലേഷൻ ജോലികളും പൂർത്തിയാക്കി. ഈ വർഷത്തെ പ്രായോഗിക പരീക്ഷകൾ 2026 ജനുവരി 22 മുതൽ ഫെബ്രുവരി 15 വരെയാണ് നടന്നത്. പരീക്ഷകൾ ഏറ്റവും വിജയകരമായി പൂർത്തീകരിക്കാനും പരീക്ഷാഫലം സമയബന്ധിതമായി പ്രസിദ്ധീകരിക്കുവാനും വേണ്ടി പ്രവർത്തിച്ച പ്രിൻസിപ്പൽ സെക്രട്ടറി, പരീക്ഷാ ബോർഡ് ചെയർമാൻ, പരീക്ഷാ സെക്രട്ടറിമാർ, DDമാർ, RDDമാർ, ADമാർ, സിസ്റ്റം മാനേജർമാർ, അധ്യാപകർ, അധ്യാപക സംഘടനകളുടെ പ്രതിനിധികളൊക്കെ ഈ സന്തോഷവേളയിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ അധ്യാപക സംഘടന പ്രതിനിധികളൊക്കെ ഈ അവസരത്തിൽ ഇവിടെ പ്രസന്റാണ്. മൂല്യനിർണയ ക്യാമ്പിന് നേതൃത്വം നൽകിയവർ, സാങ്കേതിക സഹായം നൽകിയ NIC അധികൃതർ, പരീക്ഷാ വിഭാഗം ജീവനക്കാർ എന്നിവരെ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയും
വിദ്യാഭ്യാസ മേഖലയുടെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി കഠിന പരിശ്രമം നടത്തി അവരെ ഒരിക്കൽ കൂടി വകുപ്പിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരീക്ഷയിൽ വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അനുമോദനങ്ങൾ നേരുകയാണ്. ഫുൾ A+ കിട്ടിയവർ, 1200-ൽ 1200 നേടിയവർ ഒക്കെ ഉണ്ടാവും. ഉയർന്ന മാർക്ക് വാങ്ങിയവരുണ്ടാവും. കൂട്ടത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും പ്രത്യേകമായ സാഹചര്യത്തിൽ നഷ്ടങ്ങൾ സംഭവിച്ചവരുണ്ടാകാം. യോഗ്യത നേടാതെ പുറത്തായവരുണ്ടാകാം. അപ്പം അവരോടൊക്കെ വല്ലാതെ അതിൻ്റെ പേരിൽ നിരാശപ്പെടരുതെന്നും പരിശ്രമിച്ച് നല്ല ഉത്സാഹത്തോടു കൂടി പ്രയത്നിച്ച് ഇതിനെ മറികടക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഇത്തരത്തിലുള്ള ചെറിയ പരാജയങ്ങൾ അല്ലെങ്കിൽ തിരിച്ചടികൾ അതിൻ്റെ പേരിൽ വല്ലാതെ പ്രയാസപ്പെട്ട് നിരാശ അരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി അത്തരം കുട്ടികളോടും ഈ സന്ദർഭത്തിലുണ്ട്. അവർക്ക് പിന്നെ മൊത്തത്തിൽ ഉള്ള വിഷയങ്ങൾ എഴുതാനും ഏതെങ്കിലും വിഷയത്തിൻ്റെ മാർക്ക് മെച്ചപ്പെടുത്താനുമായി 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ തീയതികളിലായി സേവ് എ ഇയർ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തുന്നതാണ്. വിശദമായ നോട്ടിഫിക്കേഷൻ ഇന്ന് തന്നെ പുറപ്പെടുവിക്കും. 2026 ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയുള്ള തീയതികളിലായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഇനി നമ്മൾ റിസൾട്ടിലേക്ക് പോവുകയാണ്. ഹയർ സെക്കൻഡറി പരീക്ഷാഫലം 2026 മാർച്ച്. ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആകെ 1990 സ്കൂളുകളിൽ നിന്ന് റെഗുലർ വിഭാഗത്തിൽ 3,72,423 പേർ പരീക്ഷ എഴുതി. പരീക്ഷയിൽ 2,09,398 പേർ ഉപരിപഠനത്തിന് യോഗ്യത നേടി. 2,09,398 പേരാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത്. 2,90,398. അതെ, 2,90,398 ഉപരിപഠനത്തിന് യോഗ്യത നേടി. വിജയം 77.97%. മുൻ വർഷം ഇത് 77.81%. അപ്പോൾ ഒരു 0.16% ഇത്തവണ കൂടുതലാണ്. ഇനി അതിൻ്റെ വിശദാംശങ്ങൾ. റെഗുലർ സ്കൂൾ ഗോയിങ് ആകെ കുട്ടികൾ 3,72,423. അത് കഴിഞ്ഞ വർഷം 3,70,642 ഇതിൽ ആൺകുട്ടികൾ 1,79,672. ആൺകുട്ടികളിൽ ജയിച്ചവർ 1,22,906. വിജയശതമാനം 68.41. അതിൻ്റെ കഴിഞ്ഞ വർഷം നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൺകുട്ടികൾ 1,79,952. അതിൽ ജയിച്ചവർ 1,23,160. വിജയശതമാനം 68.44. അപ്പോഴും ചെറിയൊരു ശതമാനം ഇത്തവണ ആ കാറ്റഗറിയിലും കൂടുതലാണ്. അതെ, ഇത്തവണ ചെറിയൊരു ശതമാനം കുറവാണ്. 0.03 ആണ് വരിക. ഓക്കെ, ആൺകുട്ടികൾക്ക്. പെൺകുട്ടികൾ 1,92,751 പേർ.
പരീക്ഷ എഴുതിയത്. ജയിച്ചവർ 1,67,475. വിജയ ശതമാനം 86.89. അപ്പോൾ പെൺകുട്ടികളുടെ വിജയ ശതമാനം ആൺകുട്ടികളെക്കാൾ വളരെ മുന്നിലാണ്. ഏകദേശം 20% വ്യത്യാസമുണ്ട് ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിജയ ശതമാനത്തിന്റെ കാര്യത്തിൽ. പെൺകുട്ടികളേറെ മുന്നിലാണ്. അത് നമുക്കൊരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. ആൺകുട്ടികൾ പിറകിൽ പോയതുകൊണ്ടല്ല, പെൺകുട്ടികൾ വളരെ മുന്നിൽ വന്നു എന്നുള്ളത് ഏറെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിലിനി കഴിഞ്ഞ വർഷത്തെ പെൺകുട്ടികൾ പരീക്ഷ എഴുതിയവർ 1,90,690. ജയിച്ചവര് 1,65,234. വിജയ ശതമാനം 86.65. അപ്പോൾ പ്രാവശ്യം കൂടിയില്ലേ? കൂടി. പെൺകുട്ടികളുടെ വിജയ ശതമാനം ഇത്തവണ കൂടുകയും ചെയ്തു. അപ്പോൾ അതെല്ലാ അർത്ഥത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു സംഗതിയാണ് സമൂഹത്തിന്. പിന്നെ റെഗുലർ സ്കൂൾ ഗോയിങ് കോമ്പിനേഷൻ അടിസ്ഥാനത്തിൽ സയൻസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,87,933. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,58,836. വിജയ ശതമാനം 84.52. ഇത് കഴിഞ്ഞ വർഷം 83.25 ആയിരുന്നു. അപ്പോൾ ഏകദേശം 1% കൂടുതൽ അല്ലേ? കൂടുതലാണ്. ഇനി അടുത്തത് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 75,923. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 50,398. വിജയ ശതമാനം 66.38. കഴിഞ്ഞ വർഷം 69.16. അപ്പോൾ ഹ്യൂമാനിറ്റീസിൽ വിജയ ശതമാനം കുറവാണ്. ഏകദേശം 3% ഹ്യൂമാനിറ്റീസിൽ കുറവാണ്. കൊമേഴ്സ് പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,08,567. അതിൽ ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 81,147. വിജയ ശതമാനം 74.74. കഴിഞ്ഞ വർഷം 74.21. അപ്പോൾ കൂടുതലാണ്, ഒരു .something കൂടുതലാണ്. റെഗുലർ സ്കൂൾ ഗോയിങ് സ്കൂൾ വിഭാഗം അനുസരിച്ച് സർക്കാർ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,67,430. യോഗ്യത നേടിയവർ വിജയിച്ചവർ 1,21,661. വിജയ ശതമാനം 72.66. കഴിഞ്ഞ വർഷം 73.23. അപ്പോൾ വിജയ ശതമാനം 1% കൂടുതൽ കുറവാണ്. എയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 1,81,851. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 1,50,604. വിജയ ശതമാനം 82.82. കഴിഞ്ഞ വർഷം 82.16. 0 something കൂടുതലാണ് എയ്ഡഡ് സ്കൂളിന്റെ റിസൾട്ട്. അൺഎയ്ഡഡ് സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 22,821. ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 17,841. വിജയ ശതമാനം 78.18. കഴിഞ്ഞ വർഷം 75.91. ഏകദേശം 3% വർധനമാണ്. സ്പെഷ്യൽ സ്കൂൾ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 321. ഉപരിപഠന യോഗ്യത 275. വിജയ ശതമാനം 85.67. കഴിഞ്ഞ തവണ 86.40. കുറവാണ്, ഇത്തവണ കുറവാണ്. ഇനി എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ റെഗുലർ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. കഴിഞ്ഞ വർഷം 30,145. അപ്പോൾ കൂടുതലാണ്.
ഒരു 416 എണ്ണം കൃത്യമായി പറഞ്ഞാൽ കൂടുതലാണ്. കഴിഞ്ഞ വർഷം 30,145. ഇത് നമ്മൾ സപ്ലൈ ചെയ്യില്ലേ? ഇതിന്റെ ലിസ്റ്റ് മൊത്തം കൊടുക്കില്ലേ? അതെ, കൊടുക്കുമല്ലോ. ഫുൾ എ പ്ലസ് 30,561, 416 എണ്ണം കൂടുതൽ. ഇനി ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 1523, ആൺകുട്ടികൾ 1081, പെൺകുട്ടികൾ 442, യോഗ്യത നേടിയവർ 1109, വിജയശതമാനം 72.82. കഴിഞ്ഞ വർഷത്തെ വിജയശതമാനം 70.76. അപ്പോൾ 2% കൂടുതലാണ്. എല്ലാ വിഷയങ്ങൾക്ക് A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 50. ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ കാറ്റഗറിയിൽ കേട്ടോ. കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ആകെ കുട്ടികൾ 63, ആൺകുട്ടികൾ 21, പെൺകുട്ടികൾ 42, ഉപരിപഠന യോഗ്യത നേടിയവരുടെ എണ്ണം 52, വിജയശതമാനം 82.54. കഴിഞ്ഞ വർഷം 80.36. അപ്പോൾ അവിടെയും 2%-ലധികം വിജയശതമാനം വർധനവുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2. സ്കോൾ കേരള ആകെ കുട്ടികൾ 25,494, ആൺകുട്ടികൾ 14,829, പെൺകുട്ടികൾ 10,665, ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 12,982, വിജയശതമാനം 50.92. വളരെ കുറവാണല്ലേ ഈ പ്രൈവറ്റ്. കഴിഞ്ഞ വർഷത്തേക്കാൾ മെച്ചമാണെന്നാൽ കഴിഞ്ഞ വർഷം 46.52. 4%-ലധികം വർധനവ് ഈ സ്കോൾ കേരള വഴി പരീക്ഷ എഴുതിയ കുട്ടികൾക്കുണ്ട്. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 537. പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ ആകെ കുട്ടികൾ 41,076, ആൺകുട്ടികൾ 28,000, പെൺകുട്ടികൾ 13,076, ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 14,595, വിജയശതമാനം 35.53. കഴിഞ്ഞ വർഷം 21.45. അപ്പോൾ ഒരു വലിയ കുതിച്ചുചാട്ടമാണ് ഈ പ്രൈവറ്റ് കമ്പാർട്ട്മെന്റൽ സെക്ഷനിൽ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. 21, 35, 15%-തോളം, 14%-ലധികം. ഇനി എല്ലാ വിഭാഗങ്ങളിലുമായി പരീക്ഷ എഴുതിയവർ ആകെ കുട്ടികൾ 4,40,579. എല്ലാ വിഭാഗത്തിലുമായി ആകെ പരീക്ഷ എഴുതിയത്. അതിൽ ആൺകുട്ടികൾ 2,23,613, പെൺകുട്ടികൾ 2,16,966. ഇനി ഇതിന്റെ മറ്റു വിവരങ്ങൾ. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല ഒരു സർപ്രൈസാ, ഇടുക്കി. വിജയശതമാനം ഏറ്റവും കൂടിയ ജില്ല 84.64. വിജയശതമാനം ഏറ്റവും കുറഞ്ഞ ജില്ല കാസർഗോഡ് 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂള് കാസർഗോഡ് ശതമാനം 71.72. 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകളുടെ എണ്ണം 100% വിജയം കരസ്ഥമാക്കിയ സ്കൂളുകൾ 76. അതിൽ സർക്കാർ സ്കൂളുകൾ 9, എയ്ഡഡ് സ്കൂളുകൾ 24, അൺഎയ്ഡഡ് സ്കൂളുകൾ 30, സ്പെഷ്യൽ സ്കൂളുകൾ 13. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ ജില്ല മലപ്പുറം 68,410. 100% വിജയം കരസ്ഥമാക്കിയ ആകെ സ്കൂളുകൾ 76. പിന്നെ അതിന്റെ കാറ്റഗറിയാണ് സർക്കാർ സ്കൂൾ 9, എയ്ഡഡ് സ്കൂൾ 24, അൺഎയ്ഡഡ് സ്കൂൾ 30, സ്പെഷ്യൽ സ്കൂൾ 13. കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത് മലപ്പുറം ജില്ലയിൽ 68,410.
ഏറ്റവും കുറവ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയ വയനാട് 9289. മുഴുവൻ സ്കോർ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം, അതായത് 1200-ൽ 1200 മാർക്കും നേടിയ അതിമിടുക്കരും മിടുക്കികളുമായ കുട്ടികൾ 1200-ൽ 1200 60ആണ്. അതിൽ ആൺകുട്ടികൾ 10ആണ്. അവിടെയും അത് പ്രകടമാണ്. പെൺകുട്ടികൾ 50. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ സന്തോഷത്തിന് വക നൽകുന്ന ഒന്നാണ്. കഴിഞ്ഞ വർഷം ഈ മുഴുവൻ സ്കോർ ലഭിച്ച കുട്ടികൾ 41 പേരെ ഉണ്ടായിരുന്നു. അത് ഇത്തവണ 60 പേരുണ്ട്. മുഴുവൻ വിഷയങ്ങൾക്ക് A+ ലഭിച്ച വിദ്യാർത്ഥികളുടെ എണ്ണം 30,561. 30,561 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചത്. ഇത് കഴിഞ്ഞ വർഷം 30,145 ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, കൂടുതലാണ്. ഇതിലിനി പെൺകുട്ടികൾ 23,095, ആൺകുട്ടികൾ 7,466. അവിടെയും ആ ഒരു വലിയ അന്തരമുണ്ട്. സയൻസ് 22,970, ഹ്യൂമാനിറ്റീസ് 2,327, കൊമേഴ്സ് 5,264. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ A+ ഗ്രേഡിന് അർഹരാക്കിയ ജില്ല മലപ്പുറം 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ A+ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്, 4,621. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സ്കൂൾ, ജില്ല കഴിഞ്ഞ് നമ്മൾ സ്കൂളുകളിലേക്ക് വരികയാണ്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിൽ 835 പേർ. വിജയ ശതമാനം 85.39. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്ക് സജ്ജരാക്കിയ സർക്കാർ സ്കൂൾ, അതും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരൂരങ്ങാടി, മലപ്പുറം 835 പേർ. വിജയ ശതമാനം നേരത്തെ പറഞ്ഞ പോലെ 85.39. SC വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 33,591. വിജയിച്ചവർ 19,802. വിജയ ശതമാനം 58.95. SC ആണ് ഇപ്പോൾ പറഞ്ഞത്. അതൊക്കെ ഇനിയും നമുക്ക് ഉത്സാഹിച്ച് ഒന്നുകൂടി ഉയർത്തേണ്ടതുണ്ട്. ST വിഭാഗത്തിൽ പരീക്ഷ എഴുതിയവർ 4,895. വിജയിച്ചവർ 3,198. വിജയ ശതമാനം 65.33. ഇതിൽ ചില മേഖലയിലൊക്കെ 100% ഉണ്ട് കേട്ടോ. ഇപ്പോൾ എൻ്റെ മണ്ഡലത്തിലെ അട്ടപ്പാടിയിലെ MRSലൊക്കെ 100%. വ്യക്തിഗതമായ പരീക്ഷാ ഫലം ഇന്ന് വൈകിട്ട് 3:30 മുതൽ സമയമുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാകും. സേ ഇംപ്രൂവ്മെന്റ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫൈൻ ഇല്ലാതെ 1/6/2026, ഫൈനോടുകൂടി 3/6/2026. സേ പരീക്ഷ ജൂൺ 29 മുതൽ ജൂലൈ 3 വരെയാണ്. അത് നേരത്തെ പറഞ്ഞതാ. മൂല്യനിർണ്ണയം, ഫോട്ടോ കോപ്പി, സൂക്ഷ്മ പരിശോധന എന്നിവയ്ക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയും 3/6/2026. പിന്നെയുള്ളത് റിസൾട്ട് ലഭ്യമാകുന്ന വെബ്സൈറ്റുകളാണ്. www.results.kerala.government.in. പിന്നെയുണ്ട് www.prdkerala.government.in. റിസൾട്ട്സ് digilocker.government.in. www.result.kite.kerala
.government.in. റിസൾട്ട് ലഭ്യമാകുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകൾ: സഫലം 2026, iExam-MS കേരള, PRD ലൈവ്. റിസൾട്ട് ലഭ്യമാക്കുന്ന വാട്സപ്പ് നമ്പർ 9188619958. ഇനി മറ്റേ ഹയർ സെക്കൻഡറി ആദ്യം തന്നെയല്ലേ? +2 സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ് ഇതുവരെ പറഞ്ഞത്. ഇനി വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ പരീക്ഷാഫലം 2026 മാർച്ചിലെ സംസ്ഥാനത്തെ 389 ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ NSQF അനുസരിച്ചുള്ള പാഠ്യപദ്ധതിയാണ് നടപ്പിലാക്കിയത്. വൊക്കേഷണൽ കോഴ്സുകളുടെ പ്രായോഗിക പരീക്ഷ സ്കിൽ അസസ്മെന്റ് ദേശീയ നൈപുണ്യ വികസന കോർപ്പറേഷന് കീഴിലുള്ള സെക്ടർ സ്കിൽ കൗൺസിലുകൾ നിയോഗിക്കുന്ന അസസർമാരാണ് നടത്തുന്നത്. വൊക്കേഷണൽ കോഴ്സുകളുടെ തിയറി, ED, മാനേജ്മെന്റ് എന്നീ പരീക്ഷകൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും നോൺ വൊക്കേഷണൽ വിഷയങ്ങളുടെ പരീക്ഷകൾ ഹയർ സെക്കൻഡറി പരീക്ഷാ ബോർഡ് നടത്തുകയും സർട്ടിഫിക്കറ്റുകൾ നൽകുകയുമാണ് ചെയ്യുന്നത്. VHSC വിഭാഗത്തിൽ ഈ വർഷം 48 സ്കിൽ കോഴ്സുകളിലാണ് പരിശീലനം നൽകിയത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലത്തിന്റെ വിശദാംശങ്ങൾ: പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 389, മൂല്യനിർണയ ക്യാമ്പുകളുടെ എണ്ണം 8, പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 25,259. വിജയിച്ചവർ, ഉപരിപഠനത്തിന് യോഗ്യത നേടിയവർ 18,311. വിജയ ശതമാനം 72.49. കഴിഞ്ഞ വർഷത്തെ വിജയ ശതമാനം 70.06. അപ്പൊ 2.5%, 2% VHSCയിൽ വിജയ ശതമാനത്തിൽ വർധനവുണ്ട്. അതെ, വിജയ ശതമാനത്തിലെ വർധനവ് 2.43. ഇനി അതിലെ പ്രൈവറ്റ് വിഭാഗം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളുടെ എണ്ണം 2900. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 1555. വിജയ ശതമാനം 53.62. വിജയ ശതമാനം വിഷയാടിസ്ഥാനത്തിൽ: സയൻസ് 71, ഹ്യൂമാനിറ്റീസ് 71.50, കൊമേഴ്സ് 78.59. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവരങ്ങൾ: പരീക്ഷ എഴുതിയ ആൺകുട്ടികൾ 14,976. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ ആൺകുട്ടികൾ 9,716. ആൺകുട്ടികളുടെ വിജയ ശതമാനം 64.88. പരീക്ഷ എഴുതിയ പെൺകുട്ടികൾ 10,283. ഉപരിപഠനത്തിന് യോഗ്യത നേടിയ പെൺകുട്ടികൾ 8,595. പെൺകുട്ടികളുടെ വിജയ ശതമാനം 83.58. അവിടെയും നേരത്തെ പോലെ 20% വർധനവിൽ പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുകയാണ് VHSC. ഇനി ഇതിൽ നമ്മൾ SC വിഭാഗത്തിലേക്ക് വന്നാൽ പരീക്ഷ എഴുതിയത് 2,348 കുട്ടികളാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 1,484. വിജയ ശതമാനം 63.20. ഇത് +2 കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി കൂടുതലാണ്. ST വിഭാഗത്തിലും പരീക്ഷ എഴുതിയത് 204 പേരേ ഉള്ളൂ. ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് 129 പേര്. അങ്ങനെ വരുമ്പോൾ വിജയ ശതമാനം 63.24. ഇനി ജില്ലകളുടെ കമ്പാരിസൺ: ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ജില്ല വയനാട്. വയനാട് ജില്ലയിൽ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 740. യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ ജയിച്ചവർ 646. വിജയ ശതമാനം 87.30. വിജയ ശതമാനം കുറഞ്ഞ ജില്ല ഇവിടെയും കാസർഗോഡാണ്. ഏറ്റവും കുറവ് വിജയ ശതമാനം കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 1082. യോഗ്യത നേടിയവർ 656. വിജയ ശതമാനം 60.63. 100% വിജയം നേടിയ സ്കൂളുകളുടെ എണ്ണം 13. 100% വിജയം നേടിയ സർക്കാർ സ്കൂളുകളുടെ എണ്ണം 7. എയ്ഡഡ് സ്കൂളുകൾ 6.
എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം VHSE 162. എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത് മുൻ വർഷം 2025 193 പേരുണ്ട്. അപ്പോൾ കുറവാണ്. കുറവ് 31 കുട്ടികളുടെ എണ്ണം കുറവാണ്. പിന്നെ ഏറ്റവും കൂടുതൽ A+ നേടിയ സ്കൂൾ റഹ്മാനിയ VHSS ഫോർ ഹാൻഡിക്യാപ്ഡ് കോഴിക്കോട്, 14 എണ്ണം ഏറ്റവും കൂടുതൽ A+. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് A+ ഗ്രേഡിന് അർഹരായ ജില്ല തൃശ്ശൂർ. പരീക്ഷാഫലം വൈകിട്ട് 3 മണിയോ 3:30 മുതൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ്. VHSEയുടേത്. ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയും മൂല്യനിർണ്ണയവും VHSE ഉത്തരക്കടലാസുകളുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള അപേക്ഷയും മൂല്യനിർണ്ണയത്തിനുമുള്ള അപേക്ഷകളും നിർദ്ദിഷ്ട ഫീസ് സഹിതം പഠനം പൂർത്തിയാക്കിയ സ്കൂളിൽ 3/6/26 സമർപ്പിക്കേണ്ടതാണ്. +2 ഒരേ ഡേറ്റ് അല്ലേ വരുന്നത്, ഒന്നാണ്. ഇതിന്റെ ഇംപ്രൂവ്മെന്റ് പരീക്ഷ 2026 ഇംപ്രൂവ്മെന്റ് പരീക്ഷകൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരേ ഡേറ്റ് ആണ്. ജൂൺ 29 മുതൽ ജൂലൈ 3 വരെ ആണ് പരീക്ഷ നടക്കുക. പരീക്ഷകൾക്ക് അപേക്ഷ നൽകേണ്ട ഡേറ്റ് 1/6 വിത്തൗട്ട് ഫൈനും ഫൈനോട് കൂടിയുള്ളത് 3/6 ലാസ്റ്റ് ഡേറ്റ്. അത് ഹയർ സെക്കൻഡറിക്കും ആ ഡേറ്റ് തന്നെയാണ്. അപ്പോൾ ഇത്തവണത്തെ +2 VHSE പരീക്ഷാ ഫലങ്ങളുടെ വിശദാംശങ്ങളാണ് ഇതുവരെ നമ്മൾ പങ്കുവച്ചത്. റിലീസ് ചെയ്യുന്നൊരു പരിപാടി കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ വന്നൊരു ചോദ്യം പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടാണ്. പാഠപുസ്തകങ്ങളുടെ അച്ചടിയിൽ ചില കാലതാമസവും പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ അത് നമ്മൾ പിന്നെ നമ്മുടെ സെക്രട്ടറിയും ഡയറക്ടറും എല്ലാവരും നന്നായി അതിൽ ഇടപെട്ടു. ഇപ്പോൾ KPBS അച്ചടി പൂർത്തിയായി. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളത് എല്ലാ ദിവസവും മോണിറ്റർ ചെയ്യുന്നുണ്ട്. 30-ാം തീയതിക്കകം എല്ലാ സ്കൂളുകളിലും പാഠപുസ്തകം എത്തിച്ചേരും എന്ന് തന്നെയാണ് ഉറപ്പ്. അതിനുള്ള പുരോഗതി ഇപ്പം ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. ഒരു ഡിപ്പോയിൽ ഞാൻ തന്നെ നേരിട്ട് സന്ദർശിച്ചിരുന്നു. പിന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ അധികൃതരൊക്കെ അത് നിരന്തരം ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ വിതരണം സംതൃപ്തി ഉണ്ട് ആ കാര്യത്തിൽ.
ഉം. അത് കൊടുത്തില്ല എൻ്റെ മറ്റേ LSTD കൊടുത്തല്ലോ. അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇന്നലെ ഞങ്ങൾ LSTDയും തദ്ദേശ ഭരണ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും തമ്മിൽ ഇന്നലെ ഇരുന്ന് സംസാരിച്ച് അതിൽ ചില പരിഹാരങ്ങൾ ഉണ്ടാക്കി. അതായത് ഇറക്കിയിരുന്ന ആ ക്വസ്റ്റ്യനെയറിൽ ഓരോ ക്വസ്റ്റ്യനെയർ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ട രീതിയിലായിരുന്നു. അപ്പോൾ ഈ വയറിങ്ങും ഇലക്ട്രിക്കൽ ഫിറ്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സംഗതികൾക്ക് പഞ്ചായത്ത് ഹേയിമാർ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള രൂപത്തിലാണ് അത് വന്നത്. അപ്പോൾ അവരുടെ ഒരു വാദം, അത് അവരിൽ എക്സ്പേർട്ട് അല്ലല്ലോ ഈ ഇലക്ട്രിക്കൽ സംഗതിയിൽ, പഞ്ചായത്ത് ഹേയിമാർ ഇതല്ലല്ലോ. അപ്പോൾ അത് കൊടുക്കേണ്ടത് പിന്നെ ഇലക്ട്രിക്കൽ ഇതിൽ വിങ്ങാണ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു അപ്രൂവ്ഡ് വയർമാനെങ്കിലുമാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അത് അങ്ങനത്തെ ഡിഫക്റ്റുകൾ വളരെ കുറഞ്ഞ സ്കൂളുകളിലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി മൊത്തം സ്കൂളുകളിൽ ഈ ഒരു ഫിറ്റ്നസ് പ്രോസസ്സിന് ഒരു ബ്രേക്ക് വരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി സമയം ഒരു അപ്രൂവ്ഡ് വയർമാൻ നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റിന് കുറച്ചൊരു സമയം, അതല്ലാത്ത ബാക്കി കാര്യങ്ങളിലെല്ലാമുള്ള ഫിറ്റ്നസ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുക്കുകയും അങ്ങനെയാണ് ഇന്നലെ ഒരു പരിഹാരം ഉണ്ടാക്കിയത്. അതിപ്പോൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ടാവുള്ളൂ. എന്നാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ വല്ലയിടത്ത് വയർ പൊട്ടിക്കിടക്കുന്നതോ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ ആ ക്ലാസ് റൂമുകൾ ആ ഡിഫക്റ്റ് പരിഹരിക്കുന്നത് വരെ അത് തുറക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൽ ക്ലാസ് നടത്തേണ്ടതില്ല. അത് അങ്ങനെ ഇല്ലയെന്ന് ഉറപ്പ് വരുത്താൻ PTA പ്രസിഡന്റും HM കൂടി രണ്ടുപേരല്ലേ വെച്ച് അവർ രണ്ടുപേരും അതൊന്ന് പരിശോധിക്കണം. ഇലക്ട്രിക്കൽ ഡിഫക്റ്റ് ഒന്നുമില്ല, ഷോർട്ട് സർക്യൂട്ട് ഇല്ല, ഒരു അപകടം ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തണം. പക്ഷെ ഇത് ഈ സംഗതി ഏമാർ കൊടുക്കില്ല എന്നും പറയാം. നമ്മൾ അതിൻ്റെ പേരിൽ പിന്നെ സ്കൂൾ തുറക്കുന്നത് മൊത്തം തടസ്സപ്പെട്ട് നിൽക്കുന്നൊരു കഴിഞ്ഞ കാലത്തുണ്ടായ സർക്കുലറാണ്. അതിന് അന്നത്തെ ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ. അന്നത്തെ സാഹചര്യം എന്ന് പറയുന്നത് സ്കൂളിൻ്റെ മേലിലൂടെ ഒരു ലൈനിൽ ഷോക്കേറ്റ് 2 കുട്ടികൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പം അങ്ങനെ അപ്പോൾ വന്നൊരു ക്ലോസാണിത്. അതിനെ തുടർന്നാണ് ഈ ക്ലോസ് ഫിറ്റ്നസ്സിലേക്ക് വരുന്നത്. പക്ഷെ അത് വരുമ്പോൾ ഇതുകൂടി ശ്രദ്ധിക്കണമായിരുന്നു. അത് കൊടുക്കേണ്ടത് പഞ്ചായത്ത് ഏഹിക്ക് അത് കൊടുക്കാൻ കഴിയില്ല, അത് മറ്റേ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൽ നിന്ന് അതിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്ന രീതിയിലാക്കണമായിരുന്നു. പക്ഷെ അതിപ്പോൾ വളരെ കുറഞ്ഞ സ്കൂളുകളിൽ അങ്ങനത്തെ സാഹചര്യം ഉണ്ടാവുള്ളൂ. ബാക്കിയെല്ലാം ആ ക്വസ്റ്റ്യനെയറിൽ ചോദിക്കുന്നുണ്ട്. തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ ഉണ്ടോ, ഒടിഞ്ഞു വീഴാറായ പോസ്റ്റ് ഉണ്ടോ, പിന്നെ കെട്ടിടത്തിൻ്റെ ഒരു ഫിറ്റ്നസ്, അത് ഒക്കെ ഏമാർക്ക് കൊടുക്കാമല്ലോ. കാലപ്പഴക്കം, അങ്ങനെ ഫിറ്റ്നസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണം. കാരണം ഒരു അപകടം സംഭവിച്ചുകൂടാ. പക്ഷേ ഈ ഒരു പ്രാക്ടിക്കൽ അല്ലാത്ത ഈ ഒരു സംഗതി കാരണം, ഈ ഒരു ക്വസ്റ്റ്യൻ കാരണം ബാക്കിയെല്ലാം തടസ്സപ്പെട്ട് നിൽക്കാനും പാടില്ല. അപ്പോൾ ഏതായിരുന്നാലും ഇന്നലെ അത് വിദ്യാഭ്യാസ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ എഞ്ചിനീയർമാർ ആ വകുപ്പുമായിട്ട് ചേർന്നിരുന്ന് സംസാരിച്ച് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവർക്കും അത് പാസ് ചെയ്ത് പോയല്ലോ. ഓ, വർഷങ്ങളായി കേരളത്തിലെ 135 സ്കൂളുകളിൽ 25 കുട്ടികളിൽ താഴെയുള്ള ബാച്ചുകൾ, ഇത് പലപ്പോഴും അശാസ്ത്രീയമായി ബാച്ചുകൾ സംഘാടനങ്ങളെ അനുഭവിക്കേണ്ട ഈ കുട്ടികളുടെ കുറവ് അധ്യാപക തസ്തികകളെ ബാധിക്കുകയും പല സ്കൂളുകളിലും അധ്യാപകർ മാത്രം പഠിപ്പിക്കുന്ന ഒരു സ്ഥിതി. ഇതിനുവേണ്ടി ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും അത് നിങ്ങൾ പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ട്, അത് നമ്മൾ ചർച്ച ചെയ്ത് പരിഹരിക്കേണ്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ഇത്തവണ നമുക്ക് ബാച്ച് അനുവദിക്കാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ചില ജില്ലകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്, എന്നാൽ വളരെ ഗണ്യമായി സീറ്റ് കുറവുള്ള ജില്ലയുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളിപ്പോൾ അതിൽ ഇത്തവണ എടുത്തിട്ടുള്ളൊരു സ്റ്റാൻഡ്, ഇപ്പോൾ ഈ സർക്കാർ വന്ന സമയം കുറച്ചല്ലേ ആയുള്ളൂ. സാധാരണ അനുവദിക്കപ്പെട്ട നിലവിലുള്ള പെർമനന്റ് സീറ്റുകളും അതിൻ്റെ കൂടെ ഈ 2-3 വർഷങ്ങളിലായി അനുവദിച്ച അഡീഷണൽ ബാച്ചുകളുണ്ട്. ആ ബാച്ചുകളിലേക്കും പിന്നെ സാധാരണ അഡ്മിഷൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ടാണ് മാർജിനൽ ഇൻക്രീസ് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ വർഷം അനുവദിച്ച മാർജിനൽ ഇൻക്രീസ് സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20%. ആ മാർജിനൽ ഇൻക്രീസ് ആദ്യം തന്നെ എടുത്ത്
ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് തന്നെ അത് കൗണ്ട് ചെയ്തുകൊണ്ട് പോവുക. അത് കണക്കാക്കിയുള്ള അലോട്ട്മെൻറ്റാണ് നടക്കുക. ഒരു ക്ലാസ്സിലേക്ക് 65 കുട്ടികൾക്ക് കണക്കാക്കിയിട്ടുള്ള അലോട്ട്മെൻറ്റാണ് സർക്കാർ സ്കൂളിൻ്റെ കാര്യത്തിൽ നടക്കുക. എയ്ഡഡ് സ്കൂളാണെങ്കിൽ 60 എന്നതാണ് നടക്കുക. ഇത് മുമ്പൊക്കെ ആണെങ്കിൽ ആദ്യം 50 കഴിഞ്ഞിട്ട് പിന്നീട് ഇത് അനുവദിച്ച് കിട്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ആദ്യം തന്നെ എടുത്തുകൊണ്ട് ഉള്ളൊരു അലോട്ട്മെൻറ്റാണ് നടത്തിയിട്ടുള്ളത്. അങ്ങനെ അലോട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഏറെക്കുറെ പരിഹരിക്കപ്പെടും. വലിയ തോതിൽ സീറ്റ് ക്ഷാമം ഉണ്ടാവില്ല എന്നൊക്കെയാണ് അനുമാനം. ഈ അശാസ്ത്രീയത പരിഹരിക്കാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ കാർത്തികനായ കമ്മിറ്റി അത് നടപ്പാക്കിയില്ലത്. ആ റിപ്പോർട്ട് സമർപ്പിച്ചത് കഴിഞ്ഞ സർക്കാരിന്റെ മുമ്പിലാണ് അല്ലേ? കാർത്തികേയൻ കമ്മിറ്റി റിപ്പോർട്ട് അല്ലേ? അതുൾപ്പെടെയുള്ള വേറെ റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഞങ്ങൾ ഈ വർഷം അത് പരിശോധിച്ച് അതിനെന്താണ് പരിഹാരം. പിന്നെ ഈ കുറവുള്ള സീറ്റുകളെ കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ചിലയിടത്ത് തസ്തിക നഷ്ടമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒരു ഇഷ്യൂ വരുന്നുണ്ട്. ഏതായാലും അത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂ ആണ്. ഇത്തവണത്തെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് അതിലൊരു തീരുമാനം എടുക്കും. അല്ല, അതാണ് ടെമ്പററി ബാച്ചുകൾ ഇത്തവണയും തുടരുകയാണല്ലോ. താൽക്കാലിക ബാച്ചുകൾ അപ്പൊ താൽക്കാലികമല്ല, ഇപ്പൊ കഴിഞ്ഞ കുറെ വർഷമായിട്ടത് തുടരുകയാണ്. അത് നിലനിർത്തേണ്ടതുണ്ടെങ്കിൽ നിലനിർത്താം. സർക്കാർ സ്കൂളുകളിലാണ് ഈ താൽക്കാലിക ബാച്ചുകൾ ഉള്ളത്. അത് ഞാൻ പറഞ്ഞു, ഇനി പുതുതായി പെർമനന്റ് ബാച്ചുകൾ കൊടുക്കുന്ന ഘട്ടം വരുമ്പോൾ ഇതൊക്കെ പരിശോധിക്കാം. അതിൽ സർക്കാർ സ്കൂള് നമ്മൾ ബാച്ചുകൾ ടെമ്പററി സ്ഥിരപ്പെടുത്തുമ്പോൾ അതിന് പെർമനന്റ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. അതിനാണ് നമ്മൾ ഇത് കൊടുക്കേണ്ടത്. കാരണം ഒരു ബാച്ച് വരുമ്പോൾ ക്ലാസ് റൂം വേണം, ലാബ് വേണം, അധ്യാപകരെ സർക്കാരിന് കൊടുക്കണം, അത് വേണമല്ലോ. പക്ഷേ സ്കൂളുകളിൽ ഈ സൗകര്യം കൂടി വേണം. അപ്പൊ അതെല്ലാം പരിശോധിച്ചിട്ടുള്ള ഒരു തീരുമാനം കാര്യത്തിലുണ്ടാവും. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്ന കുറഞ്ഞ ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ചെയ്യാവുന്ന മാക്സിമം രീതിയിലുള്ള ഇടപെടലുകളാണ് ഈ നടത്തുന്നത്. റിസൾട്ടും PM-ശ്രീയും തമ്മിൽ ബന്ധമുണ്ടോ? നമ്മള് റിസൾട്ട് കാര്യങ്ങൾ മാത്രം പോരെ. അല്ല, ഫണ്ട് കിട്ടുന്നതും ഇതിലെ തീരുമാനം തമ്മിൽ അങ്ങനെ ഡയറക്റ്റ് ബന്ധമൊന്നുമില്ല. ഏതായിരുന്നാലും അത് ഞാൻ ഇന്നത്തെ ഒരു ഫോക്കസ് പോണ്ട എന്ന് കരുതിയിട്ടാണ്. കാരണം ഇന്ന് നമ്മുടെ കുട്ടികളെ കാര്യമാണ്, അവരുടെ റിസൾട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി. ഏതായിരുന്നാലും ചോദിച്ച സ്ഥിതിക്ക് പറയാം, അതിലൊരു നയപരമായ തീരുമാനം UDF എടുക്കുമ്പോഴാണ് നമുക്ക് PM-ശ്രീ ഇനി എന്ത് ചെയ്യണം എന്നുള്ളത് പറയാൻ കഴിയും. അതിലുള്ള ഒരു വശം, കഴിഞ്ഞ ഗവൺമെന്റ് PM-ശ്രീ ഒപ്പിട്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റിന്റെ തുടർച്ചയാണ് ഈ ഗവൺമെന്റ്. നയങ്ങളിലും സമീപനങ്ങളിലൊക്കെ മാറ്റം ഉണ്ടാവും. പക്ഷെ ആ തുടർച്ചയാകുമ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ഒപ്പിട്ട ഒന്നാണ്, അതൊരു ഫാക്റ്റാണ്. ഒപ്പിടുകയും പിന്നീട് അത് വിവാദമായപ്പോൾ കെപ്റ്റിൻ അബേൻസ് തൽക്കാലം നിർത്തിവെക്കണമെന്ന് പറഞ്ഞൊരു നോട്ട് കൊടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ. അപ്പം അതിൻ്റെ മറ്റ് ഇമ്പാക്റ്റുകളൊക്കെ പരിശോധിച്ച് ആണ് ഒരു തീരുമാനത്തിലെത്തുക. വൈകാതെ UDF ഗവൺമെന്റിന്റെ PM-ശ്രീയോടുള്ള നിലപാട് മുഖ്യമന്ത്രി അത് പ്രഖ്യാപിക്കും. അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അതിൽ സംഗതി വളരെ കൃത്യമാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് അതിനെതിരാണല്ലോ. അതിൽ ഫെഡറൽ സംവിധാനം പിന്നെ പരിപാലിച്ചു പോകണം. അത് നമ്മുടെ ഭരണഘടനാനുസൃതമായിട്ട് ഈ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുണ്ട്. അപ്പം കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ പലതിനും ഇത്തരം ചില നിബന്ധനകൾ വെച്ച് ഫണ്ട് അനുവദിക്കുക, അത് നടപ്പാക്കിയില്ലെങ്കിൽ ഫണ്ട് തരാതിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് ശരിയല്ലല്ലോ. പിന്നെ പദ്ധതിയോട് വിയോജിപ്പുണ്ട്, പദ്ധതിയുടെ കണ്ടന്റിനോട്. അപ്പോൾ ഈ സംഗതികളൊക്കെ വെച്ചുകൊണ്ട് എങ്ങനെ അതിന് ഇനി ഭാവി അതിനെ സംബന്ധിച്ച് തീരുമാനിക്കാം എന്നത് UDF നേതൃത്വമൊക്കെ ആലോചിച്ച് ഞങ്ങളൊരു തീരുമാനം പറയും. ഞാനത് പറഞ്ഞപ്പോഴേ കൂടുതൽ പറയുന്നില്ല എന്ന് പറഞ്ഞത്. ഇതൊരു ഔദ്യോഗിക ചടങ്ങാണ്. ഇവിടെ എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത് സെക്രട്ടറിയാണ്, ഇപ്പുറത്തിരിക്കുന്നത് ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ നമ്മൾ രാഷ്ട്രീയ വശത്തിലേക്ക് ഈ സമയം കൂടുതൽ പോകണ്ട. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോൾ സമയം തരാം.
പറയാനുള്ളത്. അതേ അതുപോലെ നയപരമായ പ്രശ്നം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ആ. ഇതിനെ നിർത്തുന്നത്. ആ. ഇപ്പോ അധികാരത്തിൽ വന്നപ്പോ ഇത് നടപ്പാക്കില്ല എന്ന് പ്രത്യേകമായി പറയാൻ എന്താണ് ഒരു മടി? അല്ല, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നമ്മളെന്താ പറഞ്ഞത്, ഇതിന്റെ പൊസിഷൻ, ഇപ്പോഴുള്ള അവസ്ഥ, സ്റ്റാറ്റസ് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി അതിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്ന് പ്രഖ്യാപിക്കേണ്ടത് ഞങ്ങളുടെ ഭരണ നേതൃത്വവും അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വമൊക്കെയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യം ചോദിച്ചപ്പോഴേ പറഞ്ഞു ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതൊരു ഒഫീഷ്യൽ ചടങ്ങാണ്, അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവരൊക്കെ ഉദ്യോഗസ്ഥന്മാരാണ്. അപ്പം അതുകൊണ്ട് നമ്മളതിൽ അങ്ങനെ ഒരു രീതി പാലിച്ചു പോകാം. ഞാൻ എപ്പോഴും നിങ്ങൾ വിളിക്കുമ്പോൾ വരണ്ടല്ലോ. എൻ്റെ തടസ്സമാണ് ഇത് പ്രധാനമായും പറഞ്ഞിരുന്നത്. എങ്ങനെ ഫണ്ട് കിട്ടുന്നതിലെ ഈ സർക്കാർ ഫണ്ട് തടഞ്ഞു വെച്ചതാണ് ഇതിന് പ്രധാന പ്രശ്നമായി അല്ല, പറഞ്ഞത്. ഇത് ഒപ്പിടാതെ വരുമ്പോൾ ഫണ്ട് തരില്ല എന്നുള്ളതാണ്, ഫണ്ട് ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ്. കഴിഞ്ഞ 2-3 മാസമായിട്ട് ചർച്ച നടന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 205 കോടി രൂപ തരാൻ കേന്ദ്രം സമ്മതിച്ചു. 348 കോടി അങ്ങനെ ഒരു വാർത്ത. ആ ചാർജും കൂട്ടി. ആ യെസ്. അപ്പൊ അങ്ങനെ തരാൻ സമ്മതിച്ചിട്ടുണ്ട് കാര്യം. അപ്പൊ ഇത് നടപ്പാക്കാതെ തന്നെ ഉദ്യോഗസ്ഥ ചർച്ചകൾ മറ്റു തരത്തിൽ നടത്തിയാൽ ഇത് ഫണ്ട് തരുന്നല്ലേ നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് സംബന്ധിച്ച് എന്ത് സ്റ്റാൻഡ് സ്വീകരിക്കണം. പലരും പല സ്റ്റാൻഡ് സ്വീകരിച്ചു. ചിലർ നടപ്പാക്കി ഫണ്ട് വാങ്ങി, അതിനൊരു തർക്കത്തിന് പോയില്ല. ചിലര് നടപ്പാക്കാതെ തന്നെ കോടതി വഴി ഫണ്ട് കിട്ടാൻ ശ്രമിച്ചു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഈ ഗവൺമെന്റ് വന്നിട്ട് 10 ദിവസമല്ലേ ആകുന്നുള്ളൂ. ഞാൻ ഈ വകുപ്പിന്റെ ചുമതല ഏറ്റിട്ടും 10 ദിവസത്തോളം ആകുന്നേ ഉള്ളൂ. അപ്പൊ ഇതൊരു പൊളിറ്റിക്കലായി എടുക്കേണ്ട ഒരു സ്റ്റാൻഡൊക്കെ ഇതിലുള്ളത് കൊണ്ട് വൈകാതെ ഇതിലൊരു തീരുമാനം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇന്നത്തെ ദിവസം നമ്മളിത് ഒഴിവാക്കുകയാണ് നല്ലത്. നമുക്ക് റിപ്പോർട്ട് ഒരു പ്രധാന അടിസ്ഥാനം തന്നെയാണ്. സെക്രട്ടറി ആ റിപ്പോർട്ട് പഠനം തയ്യാറാണ്. അപ്പോൾ ആ റിപ്പോർട്ടിനെ ബേസ് ചെയ്തായിരിക്കും ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും. മന്ത്രിതല കമ്മിറ്റി ഈ ഗവൺമെന്റ് വെച്ചിട്ടില്ല. അത് മുഖ്യമന്ത്രി ഡൽഹിയിലാണ്, വന്നോട്ടെ, ഞങ്ങളൊരു തീരുമാനത്തിലെത്തും. ഉണ്ടല്ലോ. അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു ഗവൺമെന്റുകൾ തുടർച്ചയാണ്. കഴിഞ്ഞ ഗവൺമെന്റ് ഒപ്പിട്ടു. അപ്പോൾ ആ ഗവൺമെന്റിന്റെ തുടർച്ചയാണിത്. ആ ഒപ്പിട്ട MOUയിൽ നിന്ന് ഒരു കക്ഷിയാണ് നമ്മൾ കേരളം. ഏകപക്ഷീയമായി പിന്മാറാൻ പറ്റുമോ? അങ്ങനെ പിന്മാറിയാലുള്ള ഇമ്പാക്റ്റ് എന്താണ്? ഈ ലീഗൽ ഇമ്പാക്റ്റ് ഒക്കെ പരിശോധിക്കണം. ലീഗൽ അഡ്വൈസ് കിട്ടണം. ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ ഒരു ഇഷ്യൂ ഒക്കെ അതിലുണ്ട്. എന്നാൽ ആ സമീപനത്തോട് ഞങ്ങൾക്ക് എതിർപ്പാണ്. അങ്ങനെ ഇന്ന കാര്യങ്ങൾ പഠിപ്പിച്ചാലേ പണം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നത് പഠിപ്പിക്കണം. ഒരിക്കലും അല്ല, കഴിഞ്ഞ സർക്കാർ അങ്ങനെ പറഞ്ഞു. ഞാൻ പറയുന്നത് കഴിഞ്ഞ സർക്കാർ ചെയ്തു വെച്ചൊരു സംഗതിയാണ്. ഇനി ഞങ്ങളത് അതിന്റെ തുടർച്ച, അത് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വ്യക്തമായ തീരുമാനം വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും അധികം വൈകാതെ അത് ഞാൻ നിങ്ങളുമായി സംസാരിക്കാം. ഇന്ന് നമ്മൾ അതിൽ കൂടുതൽ ഇനി മുന്നോട്ട് പോകണ്ട. ഓക്കെ. അങ്ങനെ നമ്മളൊരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സെൻസസ് വരാൻ പോവാണ്. പ്രശ്നമല്ലാതെ നല്ലതാണ്. കുറെ കാലമായി നടക്കാത്തൊരു സംഗതിയാണ്. സെൻസസ് വരട്ടെ. ജൂലൈ മാസത്തിലാണ്. എങ്ങനെ? ജൂലൈ മാസത്തിലാണ് സെൻസസ്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ട്രാൻസ്ഫർ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. ഇല്ല, തീരുമാനം എടുത്തിട്ടില്ല. സെൻസസ് ഉണ്ട്, ജൂലൈയിലാണ്. അപ്പൊ അതിന്റെ മുന്നേ വേണമെങ്കിൽ പൂർത്തിയാക്കാമല്ലോ. ആ സമയത്ത് ചിലപ്പോൾ നടന്നില്ല എന്ന് വരും ട്രാൻസ്ഫർ ഒന്നും ആ മാസങ്ങളിലെ. എന്താ സ്ഥലം മാറ്റം മരവിപ്പിക്കാൻ? അല്ല, മിനിസ്റ്റീരിയൽ സ്റ്റാഫിന്റെ ആണ്, ടീച്ചേഴ്സിന്റെ അതില്ല. ഓക്കെ, റിസൾട്ട് ആയല്ലോ. അതൊരു കറക്റ്റാണ് ആ ആക്ഷേപം. അതിന്റെ ബോർഡ് മീറ്റിംഗ് ഇന്നുണ്ട്. നാളെ റിസൾട്ട് കേട്ടിട്ട് അല്ലേ? നാളെ വരും. ഇന്ന് തന്നെ കൊടുക്കാം. ബോർഡ് കൂടി കഴിഞ്ഞാൽ അപ്പൊ തന്നെ റിലീസ് ചെയ്യാം. ഓ, അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷമാണ്. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വീറ്റും ചായയും ഒക്കെ എല്ലാവർക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അതെന്നാ വിതരണം ചെയ്യാൻ പറയും. നമ്മുടെ അധ്യാപകരുടെ പ്രതിനിധികളൊക്കെ എല്ലാവരും കൃത്യമായിട്ട് എത്തിയിട്ടുണ്ട് ഈ സന്തോഷത്തിൽ പങ്കുചേരാൻ. അങ്ങനൊരു സാധാരണ ഈ